കേരളത്തിൽ PMCയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും ചർച്ചകളും നടക്കുന്നുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ള നിലപാടുകൾ ചുരുങ്ങിയ വാക്കുകളിൽ ഞങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് കൂടിയിരുന്നു. വളരെ ചർച്ചകളുണ്ടായി. ഇനിയും ചർച്ചകൾ വേണ്ടി വരും. പാർട്ടിക്കകത്ത് 27-ാം തീയതി അത്തരം നയപരമായ ചർച്ചകൾക്ക് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടാൻ പോകുന്നുണ്ട്. ആ കമ്മിറ്റിയാണ് നയപ്രശ്നങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വഴി കാണിക്കേണ്ട നേതൃസമിതി. എല്ലാവർക്കും ബോധ്യപ്പെടുന്നതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിഭാജ്യമായ ഭാഗമാണ് CPI. CPI LDFന്റെ പദവിയിലും വളർച്ചയിലും മറ്റേത് പാർട്ടിയേക്കാളും മഹത്തായ പങ്ക് വഹിച്ച പാർട്ടിയാണ്. LDFന്റെ ചരിത്രം, അത് വന്ന വഴി, അതെല്ലാം CPIക്ക് അറിയാം. 56-ൽ ഐക്യകേരള പദവി, അത് കഴിഞ്ഞ് വന്ന ഒന്നാം തിരഞ്ഞെടുപ്പ് കേരളത്തെ, അതിൽ ഭൂരിപക്ഷം കരസ്ഥമാക്കി ഭരണമേറ്റ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്. ഈ ചരിത്രമെല്ലാം LDFനെ പറ്റി പറയുമ്പോൾ CPIക്ക് ഓർക്കേണ്ടതുണ്ട്. കാരണം CPI ആണ് അതിന്റെ സാരഥ്യം മികച്ച പാർട്ടി. 56-ലെ കേരളപ്പിറവിയുടെ തുടർച്ചയായിട്ട് വന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി 57-ലെ ഇലക്ഷന് വേണ്ടിയുള്ള മാനിഫെസ്റ്റോയെപ്പറ്റി ചർച്ച ചെയ്യുകയുണ്ടായി. ആ മാനിഫെസ്റ്റോ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പാർട്ടി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. അതിന്റെ കൺവീനർ സഖാവ് C. അച്യുതമേനോനായിരുന്നു. എല്ലാ രംഗത്തെയും സമഗ്രമായ വളർച്ചയിലൂടെ കേരളത്തിന്റെ പുരോഗതിക്ക് ഉള്ള ഗ്യാരണ്ടിയായിരുന്നു ആ മാനിഫെസ്റ്റോ. അതിനന്ന് സഖാവ് അച്യുതമേനോൻ കൊടുത്ത തലക്കെട്ട് ഓർത്തിരിക്കേണ്ടതാണ്. അഭിമാനപൂർവ്വം CPI അത് ആവർത്തിക്കുന്നു: ഐശ്വര്യപൂർണമായ കേരളം കെട്ടിപ്പടുക്കാൻ. ആ മാനിഫെസ്റ്റോയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഊന്നൽ കൊടുത്തത് കാർഷിക വ്യാവസായിക മേഖലയ്ക്ക് മാത്രമല്ല, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയ്ക്കും ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അത് അതീവ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. സമഗ്ര വളർച്ചയുടെ പാതയിൽ വിദ്യാഭ്യാസം വഹിക്കുന്ന പങ്കിനെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള എന്നത്തെയും വ്യക്തതയാണ് ഇത് പറയുമ്പോൾ നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത്. ആ വ്യക്തതയുടെ പാർട്ടിയാണ് CPI. വിദ്യാഭ്യാസ രംഗത്തെ ചലനങ്ങളെ ആ കാഴ്ചപ്പാടിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത്. അതുകൊണ്ട് തന്നെ PMCയെ പറ്റിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പറയുന്ന ഇടതുപക്ഷ വീക്ഷണത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. PMCയെ പറ്റിയുള്ള പുത്തൻ തീരുമാനങ്ങളെപ്പറ്റി ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മളെല്ലാവരും അറിയുന്നുണ്ട്. ഏറ്റവും ഗൗരവമേറിയ കാര്യം, പത്രവാർത്തകളല്ലാതെ PMCയുമായിട്ട് ബന്ധപ്പെട്ട MOU എന്താണെന്നോ അതിലൊപ്പിടുമ്പോൾ കേരളത്തിന് കിട്ടിയ വാഗ്ദാനം എന്താണെന്നോ ഇത്തരം കാര്യങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുട്ടിലാണ്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല LDF ഓരോ പാർട്ടിക്കും അറിയാൻ അവകാശമുണ്ട്. LDF ഗവൺമെന്റ് അങ്ങേ അറ്റത്തെ ദേശീയ പ്രാധാന്യമുള്ള ഒരു ഉടമ്പടിയിൽ പങ്കാളിയാകുമ്പോൾ ആ ഉടമ്പടി എന്താണ്, അതിന്റെ കണ്ടന്റ് എന്താണ്, ഇതെല്ലാം അറിയാൻ അവകാശമുണ്ട്. അതറിയാനും അറിയിക്കാനുമുള്ള വേദിയാണ് LDF, അതിന്റെ സമിതികൾ. അവിടെ ഒന്നും ഇതേപ്പറ്റി ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറപ്പിച്ചു പറയുന്നു, ഘടക പാർട്ടികളെയെല്ലാം അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കാതെ ഇരുട്ടിലാഴ്ത്തിക്കൊണ്ടല്ല LDF എന്ന് പറയുന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നത്. LDFനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് കേവലമായ അധികാരത്തിന്റെ ഒരു സംവിധാനമായിട്ടല്ല, 5 കൊല്ലമോ 10 കൊല്ലമോ 15 കൊല്ലമോ ഭരിക്കാനുള്ള ഒരു ഭരണത്തിന്റെ മാത്രമുള്ള ഉപാധിയായിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDFനെ കാണുന്നത്. LDF ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിയതമായ ദൌത്യം ഒത്തുകരിക്കാൻ കടപ്പെട്ട രാഷ്ട്രീയ പക്ഷമാണ്. ആ ദൌത്യത്തിന്റെ കാതലാണ് ഇടതുപക്ഷ ജനാധിപത്യ ബദൽ. ആ ബദലിനാവശ്യമായ പരിപാടി, ആ ബദൽ കാഴ്ചപ്പാടും ആ പരിപാടിയുമാണ് LDFനെ വ്യത്യസ്തമാക്കുന്നത്. അതാണ് LDFന്റെ മഹത്വം. ആ മഹത്വത്തിന്റെ എല്ലാ അർത്ഥങ്ങളും എല്ലാ അംശങ്ങളും ആരെക്കാളും ബോധ്യമുള്ള പാർട്ടിയാണ് CPI. അതുകൊണ്ട് പറയുകയാണ്, ഇത്രയേറെ ഗൌരവമേറിയ ദൂരവ്യാപക അർത്ഥമുള്ള ഒരു കാര്യത്തിൽ വിദ്യാഭ്യാസം പോലെ ഒന്നിൽ കേരളത്തിലെ LDF ഗവൺമെന്റ് പങ്കാളിയാകുമ്പോൾ, ഒരു MOU ഒപ്പിടുമ്പോൾ അതിനെപ്പറ്റിയുള്ള നയപരമായ കാര്യങ്ങളോ കണ്ടന്റോ ഒന്നും ഘടക പാർട്ടികളെ അറിയിക്കാത്തതിന്റെ യുക്തി, രാഷ്ട്രീയം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലാകുന്നില്ല. LDFന് മാത്രമല്ല, ഞങ്ങൾ അന്വേഷിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാരുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു. മന്ത്രിസഭയ്ക്കകത്തും ഈ MOUവിനെ പറ്റി ചർച്ച ഉണ്ടായിട്ടില്ല. 2 തവണ ക്യാബിനറ്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. 2 തവണ. അത് കഴിഞ്ഞ വർഷം 24 ഡിസംബറിൽ, ഈ വർഷം ഏപ്രിലിൽ. ആ 2 തവണയും കൃത്യം തീയതി നോക്കുകയാണ്. 4/12/24 ഒന്നാം വട്ട ക്യാബിനറ്റിൽ ഇത് ചർച്ചയ്ക്കല്ല അജണ്ടയിൽ വന്നു. പിന്നീട് 9/4/25 അത് ക്യാബിനറ്റ് മുമ്പാകെ വന്നു. ആ 2 തവണയും നയപരമായ തീരുമാനങ്ങൾക്കായി അത് മാറ്റിവെച്ച വിഷയമാണ്. അർത്ഥമുണ്ട്. നയപരമായ തീരുമാനം വേണം എന്ന കാഴ്ചപ്പാടിൽ, ആ കാഴ്ചപ്പാട് ശരിയാണ്. ശരിയായ കാഴ്ചപ്പാടിന്റെ വെളിച്ചത്തിൽ ക്യാബിനറ്റ് മാറ്റിവെച്ചൊരു വിഷയമാണ്. ആ വിഷയം പിന്നീട് ഒരിക്കലും ക്യാബിനറ്റ് ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ആ വിഷയത്തെപ്പറ്റി നയപരമായ തീരുമാനം കൈക്കൊള്ളാനും നയപരമായി സർക്കാരിനെ നയിക്കുവാനും കടപ്പെട്ട LDFന് ചർച്ച ഉണ്ടായിട്ടില്ല. അപ്പൊ എവിടെയും ചർച്ച ചെയ്യാതെ, ആരോടും ആലോചിക്കാതെ, ഘടക പാർട്ടികളെയും മന്ത്രിസഭയെയും തന്നെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഇത്രയും ഗൌരവമായ ഒന്നിൽ LDF ഗവൺമെന്റിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് CPIക്ക് അറിയില്ല. ഇതല്ല LDFന്റെ ശൈലി. ഇതാകരുത് LDFന്റെ ശൈലി.